CSIR കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള അനാലിസിസിൻ്റെ 5th വീഡിയോ ആണിത്. നമ്മൾ ഇതുവരെ എത്തിച്ചേരുന്നത് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ എന്നാണ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റുകൾ തന്നു, അതിൻ്റെ അകത്തുള്ള ഓരോ സെറ്റും കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ മൊത്തം യൂണിയൻ കൗണ്ടബിൾ ആയിരിക്കുന്നുള്ളത്. അത് വെച്ച് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോവാണ്. നമുക്കറിയാം സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n കൗണ്ടബിൾ ആണെന്നറിയാം. എന്നാൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് n ക്രോസ് n കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. n ക്രോസ് n ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്താണ് ഈ കാണിക്കുന്നത്. ഈ ലിസ്റ്റിംഗ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് റോയിൽ ഞാൻ എഴുതിയത് എന്താ, ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് പേഴ്സും, സെക്കൻഡ് റോയിൽ അതേപോലെ ഫസ്റ്റ് കോർഡിനേറ്റ് 2 ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് പേഴ്സും, തേർഡ് റോയിൽ ഫസ്റ്റ് കോർഡിനേറ്റ് 3 ആയിട്ടുള്ള എല്ലാ ഓർഡേഡ് പേഴ്സും. ഇനി ഞാൻ പറയേണ്ട ലോകം മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണ് n ക്രോസ് n ഇവിടെ ലിസ്റ്റ് ചെയ്തത്. n ക്രോസ് n എല്ലാ എലിമെൻറ്റും ഇവിടെ വരില്ലേ? ജനറലി ഒരു ഓർഡേഡ് പെയർ mn എടുത്താൽ എവിടെ വരും? mth റോയിലെ nth എൻട്രി ആയിരിക്കും. അപ്പോൾ n ക്രോസ് n മൊത്തം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തു. ഇനി ഈ ലിസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് നോക്കാം. ഇതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് റോ നോക്കുക, ഓരോ റോ നോക്കുക. ഓരോ റോയും കൗണ്ടബിൾ അല്ലേ? കാരണം എന്താ, ഓരോ റോയും സീക്വൻസ് ആണ്. സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ അത് കൗണ്ടബിൾ ആയിരിക്കും, നമുക്കറിയാം. യെസ്, അപ്പോൾ ഓരോ റോയും കൗണ്ടബിൾ ആണ്. അങ്ങനത്തെ റോകളുടെ എണ്ണം കൗണ്ടബിൾ ആണോ? ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഈ റോകളും ഞാൻ സീക്വൻസ് ആയിട്ടല്ല അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇവിടെ കൗണ്ടബിൾ നമ്പർ ഓഫ് റോസ് ആണുള്ളത്. ഓരോ റോയും കൗണ്ടബിൾ ആണ്. സോ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് കൗണ്ടബിൾ ആണെന്നുള്ള റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പറയാം n ക്രോസ് n കൗണ്ടബിൾ ആണെന്നുള്ളത്. മനസ്സിലാവാത്ത ഒരു പോസ് ചെയ്തിട്ട് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇനി n സ്ക്വയർ കൗണ്ടബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് ഞാനൊന്ന് ജനറലൈസ് ചെയ്യട്ടെ. എന്നിന് പകരം ടേക്ക് എനി കൗണ്ടബിൾ സെറ്റ് എ, എന്നിട്ട് എ സ്ക്വയർ ദാറ്റ് ഈസ് എ ക്രോസ് എന്ന് പരിഗണിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒന്ന് പോസ് ആയിട്ട് ആലോചിച്ച് നോക്കാവുന്നതാണ്. n സ്ക്വയർ കൗണ്ടബിൾ ആണെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഇമിറ്റേഷൻ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? എ സ്ക്വയറും കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. എ സ്ക്വയർ ദാറ്റ് ഈസ് എ ക്രോസ് എന്നുള്ളത് അർത്ഥം ഫസ്റ്റ് കോർഡിനേറ്റും സെക്കൻഡ് കോർഡിനേറ്റും എടുത്തുകൊണ്ട് ഉണ്ടാക്കാവുന്ന എല്ലാ ഓർഡേഡ് പേഴ്സിൻ്റെ കളക്ഷൻ ആണല്ലോ. ഓക്കെ, ഞാൻ ആ ഓർഡേഡ് പേഴ്സിനെ ഇവിടെ ഒന്ന് എഴുതി ശ്രദ്ധിക്കാം. ഞാൻ എഴുതുന്നതിന് എന്ത് ചെയ്യുന്ന അറിയോ? ആദ്യം ഞാൻ എൻ്റെ അകത്തുള്ള ഒരു എലമെൻറ്റ് എടുത്തിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തു. നമ്മൾ n സ്ക്വയർ ലിസ്റ്റ് ചെയ്തപ്പോൾ ചെയ്തത് അല്ലേ? ഫസ്റ്റ് റോനകത്ത് എന്താ ചെയ്തത്? ഫസ്റ്റ് കോർഡിനേറ്റ് 1 ആയി ഫിക്സ് ചെയ്തു, സെക്കൻഡ് റോനകത്ത് ഫസ്റ്റ് കോർഡിനേറ്റ് 2 ആയി ഫിക്സ് ചെയ്തു. അങ്ങനെ ഓരോ റോലും നിങ്ങൾ ഫസ്റ്റ് കോർഡിനേറ്റ് ഫിക്സ് ചെയ്തു. അതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു എലമെൻറ്റ് എൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് കോർഡിനേറ്റ് എൻ്റെ അകത്ത് എടുത്തിട്ട് ഫസ്റ്റ് കോർഡിനേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുക, ഫസ്റ്റ് കോർഡിനേറ്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് കിട്ടാവുന്ന എല്ലാ ഓർഡേഡ് പേഴ്സും. അപ്പോൾ ഈ സെറ്റിൻ്റെ അകത്തുള്ള പേരിൻ്റെ പ്രത്യേകത എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോർഡിനേറ്റ് എ ആയിരിക്കും, സെക്കൻഡ് കോർഡിനേറ്റ് ഫുൾ ഫ്രീഡം ഉണ്ട്, എന്തും ആവാം. ഈ സെറ്റ് കൗണ്ടബിൾ ആയിരിക്കുമോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ സെറ്റും എയും തമ്മിലൊരു ബൈജക്ഷൻ ഉണ്ട്. ഏതാണ് ആ ബൈജക്ഷൻ? ഇവിടുത്തെ AX എങ്ങോട്ടേക്ക് പോകണം? AX ഗോസ് ടു എക്സ് എന്നുള്ള മാപ്പ് എടുക്കുക അല്ലേ? എക്സ് എയിലുള്ള എലമെൻ്റ് അല്ലേ? അപ്പോൾ ഈ AX ഗോസ് ടു എക്സ് എന്നുള്ള മാപ്പ് ഈ സെറ്റിനാണ് ഈ സെറ്റിലേക്കുള്ള ഒരു ബൈജക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ സെറ്റും ഓഫ് സെയിം കാർഡിനാലിറ്റി ആണ്. അപ്പോൾ ഇത് കൗണ്ടബിൾ ആണെങ്കിൽ ഇതും കൗണ്ടബിൾ ആയിരിക്കില്ലേ? ഇതിൻ്റെ ഇടയിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞില്ല. ശരിക്കും നമ്മൾ കൗണ്ടബിൾ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ബൈ ഡെഫിനിഷൻ എന്താ? ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതും നാച്ചുറൽ തമ്മിൽ ബൈജക്ഷൻ ആവില്ല വേണ്ടത്, നാച്ചുറൽ നമ്പർ തമ്മിൽ. പക്ഷേ ഇതും എയും തമ്മിൽ ഞാൻ ഇവിടെ ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ അത് മതിയാവില്ലേ? അത് എനിക്കൊരു ഈ എക്സസൈസ് തരാം, ഞാൻ പറയാം എന്തായാലും. ശരിക്കും ഈ സെറ്റും തമ്മിലാണ് ബൈജക്ഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതാ ഇത് കൗണ്ടബിൾ ആയതുകൊണ്ട് ഇത് കൗണ്ടബിൾ ആവുന്നില്ല. അത് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാവുന്നുള്ളൂ. എന്ത് ചെയ്താൽ മതി? നമ്മൾ എ കൗണ്ടബിൾ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്ന് എന്നിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഇത് ജിയും ഇത് എഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ജി കോമ്പോസിറ്റ് എഫ് ഇവിടുന്ന് എന്നിലേക്കുള്ളൊരു ബൈജക്ഷൻ ആയിരിക്കില്ലേ? കോമ്പോസിഷൻ ഓഫ് ബൈജക്ഷൻ ഈസ് ബൈജക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം എന്ത് കിട്ടി? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബൈജക്ഷൻ കിട്ടി. അപ്പം ഇത് കൗണ്ടബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ തോന്നുന്നു, ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. നമ്മൾക്ക് എ ഇസ് ഇക്വലൻ്റ് ടു ബി എന്ന് പറഞ്ഞാൽ എയും ബിയും ബൈജക്ഷനിലാണ് ഉണ്ട്. കൂടാതെ ബി ഈസ് ഇക്വലൻ്റ് ടു സി എന്ന് കൂടി ഉണ്ട് വിചാരിക്കുക. അതായത് ബിന്ന് സിയിലേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇംപ്ലൈസ് എ ഈസ് ഈക്വലൻ്റ് ടു സി. നിങ്ങൾക്ക് ഇതേപോലെ ഒബ്സർവ് ചെയ്യാതാണ്. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് എഫ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബൈജക്ഷൻ ജി ആണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എന്ന് സിയിലേക്കുള്ള ബൈജക്ഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ബൈജക്ഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബൈജക്ഷൻ ഉണ്ട്, അതാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഈ സെറ്റ് നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സെക്കൻഡ് കോർഡിനേറ്റ് ഫ്രീഡം കൊടുത്തുള്ള ഈ സെറ്റ് കൗണ്ടബിൾ ആണ്. ഇനി ഇത്തരം എത്ര സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്? എയിലുള്ള ഓരോ എലിമെൻറ്റ് കറസ്പോണ്ടിങ് എത്ര സെറ്റ് ഉണ്ടാക്കിക്കൂടെ? എയിൽ എത്ര എലിമെൻറ്റ്സ് ആണുള്ളത്? കൗണ്ടബിൾ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എത്ര സെറ്റുകൾ ഉണ്ടാവും? കൗണ്ടബിൾ നമ്പർ ഓഫ് സെറ്റുകൾ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കൗണ്ടബിൾ യൂണിയൻ ഓഫ് ദിസ് കൗണ്ടബിൾ സെറ്റ്സ് അല്ലേ? അപ്പോൾ എന്തായി? എ ക്രോസ് എ നമുക്ക് എന്തായി? കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട് എ ക്രോസ് എ ദാറ്റ് ഇസ് എ സ്ക്വയർ ഇസ് കൗണ്ടബിൾ. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് എ എന്നല്ലേ? ഇതിനകത്തപ്പോൾ നമുക്കറിയാം എ ക്രോസ് എ കൗണ്ടബിൾ എന്നറിയാം.
ഇവിടെ പറഞ്ഞാൽ രണ്ട് കൗണ്ടബിൾ സെറ്റിൻ്റെ പ്രോഡക്റ്റ് കൗണ്ടബിൾ ആണ്. അപ്പം എ ക്രോസ് എ എന്ന് പറഞ്ഞ ഈ കൗണ്ടബിൾ സെറ്റും എ കൗണ്ടബിൾ ആയതുകൊണ്ട് എ ക്രോസ് എ കൗണ്ടബിൾ ആണ് ഓൾറെഡി പ്രൂവ് ചെയ്തു. എ ക്രോസ് എന്ന് പറഞ്ഞ ഈ കൗണ്ടബിൾ സെറ്റും എ എന്ന് പറഞ്ഞ ഈ കൗണ്ടബിൾ സെറ്റിൻ്റെയും പ്രോഡക്റ്റാണ് എ ക്യൂബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ക്യൂബ് കൗണ്ടബിൾ ആണ്. സിമിലർലി എ റേസ് ടു 4 കൗണ്ടബിൾ ആണെന്ന് പറയാം. അത് ഇൻഡക്ഷൻ വെച്ചിട്ട് എ റേസ് ടു n ഈസ് കൗണ്ടബിൾ ഇൻ ജനറൽ നമുക്ക് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് റിസൾട്ട് പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ പല ട്രിക്കുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ വേറൊരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ടൊരു എക്സസൈസ് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റിസൾട്ടിലേക്ക് പോട്ടെ. റിസൾട്ട് ഇതാ പറയുന്നത്, അതായത് 0ഉം 1ഉം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സീക്വൻസസ് അല്ലേ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇത് സീക്വൻസ് നോക്കുക, അതിനകത്ത് ഞാൻ 1ഉം 0 മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഇങ്ങനെ 0കളും 1കളും മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സീക്വൻസസും എടുക്കുക. അങ്ങനത്തെ എല്ലാ സീക്വൻസസിനെയും ആ കളക്ഷനിലെ ആ സെറ്റ് അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നാ ചോദ്യം. അതിൻ്റെ ആൻസർ അത് അൺകൗണ്ടബിൾ ആണ്. ഇങ്ങനത്തെ എല്ലാ സീക്വൻസസിൻ്റെയും കളക്ഷൻ അൺകൗണ്ടബിൾ ആണ്. അതിൻ്റെ പ്രൂഫ് കാൻഡർ കൊടുത്തൊരു പ്രൂഫാണ്, ഒരു രസകരമായ ഒരു ചെറിയ പ്രൂഫാണ്. ഞാൻ പ്രൂഫിലേക്ക് നേരെ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റ് ഇൻഫിനിറ്റാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കാരണം എന്താ, ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ കുറേ സീക്വൻസസ് തന്നിട്ടുണ്ട്. ഇല്ലാതുള്ള ഫസ്റ്റ് സീക്വൻസ് എങ്ങനെയാണെന്ന് അറിയോ? ഫസ്റ്റ് ടേം മാത്രം 1, ബാക്കി മൊത്തം 0. അടുത്തത് സെക്കൻഡ് ടേം മാത്രം 1, ബാക്കി മൊത്തം 0. തേർഡ് ടേം മാത്രം 1, ബാക്കി മൊത്തം 0. ഈ സീക്വൻസ് ഒക്കെ 0, 1 മാത്രം വെച്ചുണ്ടാക്കിയ സീക്വൻസ് അല്ലേ. അവിടെ നമ്മളെ സെറ്റിൽ അതുണ്ടാവില്ലേ. ഇങ്ങനത്തെ ഇൻഫിനിറ്റ് സീക്വൻസസ് അല്ലേ. അപ്പോൾ നമ്മളെ സെറ്റും ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റ് സെറ്റ് ആയതുകൊണ്ട് പിന്നെ അതിന് എത്ര ഓപ്ഷനേ ഉള്ളൂ? 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് അൺകൗണ്ടബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് അല്ല എന്ന് കാണിച്ചാൽ പോരെ. അതിന് കാൻഡർ എന്താ ചെയ്താരോ, കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെന്ന് വാദിക്കാൻ വിചാരിച്ചോ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സെറ്റിനെ ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അത് നമ്മൾ നേരത്തെ കണ്ടത്. ഏതൊരു കൗണ്ടബിൾ ഇൻഫിനിറ്റ് സെറ്റിനെയും ഒരു സീക്വൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണെന്ന് വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, അങ്ങനെ പോകും. ഞാനിങ്ങനെ വരയ്ക്കാൻ കാരണം എന്താ അറിയോ? ഇതിനകത്തുള്ള ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു സീക്വൻസാണ്. കാരണം നമ്മുടെ സെറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ സീക്വൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം ആയിട്ടൊരു സീക്വൻസ് വരും, സെക്കൻഡ് ടേം ആയിട്ടൊരു സീക്വൻസ് വരും, തേർഡ് ടേം ആയിട്ടൊരു സീക്വൻസ് വരും. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് നിങ്ങൾ നമ്മളെ സെറ്റിനെ അറേഞ്ച് ചെയ്യും. അതല്ലേ കൗണ്ടബിൾ ഇൻഫിനിറ്റ് ആണ് നിങ്ങൾക്ക് വാദിക്കാൻ നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ ഇനി കാൻഡർ എന്താ പറഞ്ഞാൽ അറിയോ? അങ്ങനെ ലോകത്ത് ആരെങ്കിലും ഒരാൾ ഒരു ലിസ്റ്റ് ആയിട്ട് വന്നാൽ, ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് വന്നാൽ, ആ അറേഞ്ച്മെൻറ്റ് ഫുള്ളല്ല എന്ന് കാൻഡർ പറഞ്ഞു. അതിൻ്റെ അകത്ത് ഇല്ലാത്തൊരു എലമെൻറ്റ് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഈ അറേഞ്ച്മെൻറ്റ് ഇല്ലാത്തൊരു എലമെൻറ്റ് എങ്ങനെ ഒരു ടേം, അതായത് ഒരു സീക്വൻസ്, അതിൽ എലമെൻറ്റ്സ് ഒക്കെ സീക്വൻസ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു സീക്വൻസ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവുക. ആ സീക്വൻസിൻ്റെ പേര് കൊടുക്കുകയാണ് എസ്. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് ഇവിടെ നമ്മുടെ സെറ്റിലെ. അപ്പോൾ അതിൻ്റെ ടേംസ് ചെയ്യാൻ പറയണം. ഫസ്റ്റ് ടേം പറയണം, സെക്കൻഡ് ടേം പറയണം, തേർഡ് ടേം പറയണം, ഫോർത്ത് ടേം പറയണം, അങ്ങനെ എല്ലാ nth ടേം ഞാൻ പറയണം. എന്നാലല്ലേ എൻ്റെ സീക്വൻസിൻ്റെ ഡെഫിനിഷൻ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഇതിൻ്റെ ഫസ്റ്റ് ടേം കിട്ടാൻ നിങ്ങളെ ലിസ്റ്റിലെ ഫസ്റ്റ് ടേം നോക്കുക. നിങ്ങൾ ഫസ്റ്റ് ടേം, നിങ്ങളെ എല്ലാ ടേംസും ഒരു സീക്വൻസ് ആണ് ഓർക്കണം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷനിൽ ഒരു പോസ്റ്റ് ആയിട്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം കിട്ടാൻ വേണ്ടി ഞാൻ എങ്ങോട്ടാണ് പോയത്? നിങ്ങളെ ലിസ്റ്റിലെ ഫസ്റ്റ് ടേമിലേക്ക് പോയി. അതൊരു സീക്വൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടേം ഉണ്ടാവില്ലേ, അതിൻ്റെ ഫസ്റ്റ് ടേം ഇവിടെ ഉണ്ടാവും അല്ലേ. അതെന്താന്ന് നോക്കുക. ആ ഫസ്റ്റ് ടേം ഇനി 2 ഓപ്ഷനേ ഉള്ളൂ. കാരണം 0, 1 മാത്രമേ ഇതൊരു സീക്വൻസ് ആണ്. അതിനകത്ത് 0, 1 മാത്രമേ ടേംസ് ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ടേം ഒന്നുകിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇത് 0 ആണെങ്കിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ടേം ആയിട്ട് 1 കൊടുക്കും, നേരെ ഓപ്പോസിറ്റ്. ഇനി ഇത് 1 ആണോ, നേരെ ഓപ്പോസിറ്റ് 0 ഞാൻ ഇവിടെ കൊടുക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടേം എങ്ങനെയാണ് തീരുമാനിക്കുക? നിങ്ങളെ അറേഞ്ച്മെൻറ്റിലെ ഫസ്റ്റ് ടേമിലേക്ക് ഞാൻ പോവും. അതൊരു സീക്വൻസ് ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് ടേം എന്താണെന്ന് നോക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഇടും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ രണ്ടാം ഞാനിങ്ങനെ പറയുള്ളൂ, എഴുതുന്നൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്ട് പോസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ടേം ഞാൻ പറയണ്ടേ? അതിന് ഞാൻ എവിടെ പോകണം? നിങ്ങളെ ലിസ്റ്റിലെ രണ്ടാമത്തെ ടേമിൽ ഞാൻ പോകും. അതൊരു സീക്വൻസ് ആണ്. അതിന് രണ്ടാമത്തെ ടേം ഉണ്ടാവുമല്ലോ ആ സീക്വൻസിന്. ആ രണ്ടാമത്തെ ടേം ഒന്നുകിൽ 1 or 0 ആയിരിക്കുമല്ലോ. അത് 1 ആണെങ്കിൽ ഞാൻ ഇവിടെ 0 ഇടും, അത് 0 ആണെങ്കിൽ ഞാൻ ഇവിടെ 1 ഇടും, എക്സെട്രാ. ഇതിൻ്റെ nth ടേം ഞാൻ എങ്ങനെ തീരുമാനിക്കും? ഇത് nth ടേം തീരുമാനിക്കാൻ വേണ്ടി നിങ്ങളെ ലിസ്റ്റിലെ nth ടേമിലേക്ക് ഞാൻ പോകും. അതൊരു സീക്വൻസ് ആണ്. അപ്പോൾ അതിനൊരു nth ടേം ഉണ്ടാവും ആ സീക്വൻസിന്. ആ nth ടേം 1 ആണെങ്കിൽ ഞാൻ ഇവിടെ 0 ഇടും, അത് 0 ആണെങ്കിൽ ഞാൻ ഇവിടെ 1 ഇടും. അങ്ങനെ എൻ്റെ സീക്വൻസ് മൊത്തം ഞാൻ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് നിങ്ങൾ നല്ലോണം പോസ് ചെയ്തിട്ട് ആലോചിച്ച് മനസ്സിലാക്കുക.
അപ്പോൾ എൻ്റെ സീക്വൻസിൽ ഓരോ ടേമും ഞാൻ ഡിഫൈൻ ചെയ്തു. ഇതിനകത്തുള്ള ഫസ്റ്റ് ടേം നിങ്ങളെ ഫസ്റ്റ് ടേം നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. നിങ്ങളെ ഫസ്റ്റ് ടേമിലെ ഫസ്റ്റ് ടേം ഒരു സീക്വൻസാണ്, അതിൻ്റെ ഫസ്റ്റ് ടേം നോക്കിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ എക്സെട്രാ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്കൊരു എക്സസൈസാണ്. നിങ്ങളെ ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഇയാൾ വരുമോ? ഞാനത് പറയുന്നേക്കാൻ നല്ല എക്സസൈസാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ലിസ്റ്റിൽ എവിടെയും വരില്ല എന്ന്. ഒരൊറ്റൊന്നും ഞാൻ വേണേൽ വെറുതെ പറഞ്ഞുതരാം, അതിൽ വലിയ കഥയില്ല. എന്നാൽ ഞാൻ പറയാം, ഈ കക്ഷി നിങ്ങളെ ഫസ്റ്റ് സീക്വൻസ് ആയിട്ട് വരുമോ? ഇല്ല. കാരണം നിങ്ങളെ ഫസ്റ്റ് സീക്വൻസും ഇയാളും തമ്മിൽ തെറ്റുന്നൊരു സ്ഥലമുണ്ട്. എവിടെയാണ്? ഫസ്റ്റ് ടേമിൽ വരുമ്പോൾ തെറ്റും. കാരണം ഫസ്റ്റ് ടേം എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ഇട്ടത്. ഞാൻ ഫുൾ പ്രൂഫ് അങ്ങ് പറയാം. ഇനി ഈ സീക്വൻസ് നിങ്ങളെ സെക്കൻഡ് ടേം ആയിട്ട് വരുമോ? ഇല്ല. കാരണം എന്താ? നിങ്ങളെ സെക്കൻഡ് ടേമിലെ അതൊരു സീക്വൻസാണ്, അതിൻ്റെ സെക്കൻഡ് ടേമും എൻ്റെ സെക്കൻഡ് ടേമും തമ്മിൽ ഓപ്പോസിറ്റാണ്. അപ്പോൾ അവർ തമ്മിൽ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സെക്കൻഡ് ടേം ആയിട്ട് വരില്ല. ഇത് നിങ്ങളെ nth ടേം ആയിട്ട് വരുമോ? ഇല്ല. നിങ്ങളെ nth ടേം ഒരു സീക്വൻസാണ്, അതിൻ്റെ nth ടേമും എൻ്റെ nth ടേമും ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സീക്വൻസ് നിങ്ങളെ nth ടേം സീക്വൻസ് ആയിട്ട് വരില്ല, നിങ്ങളെ nth സീക്വൻസ് ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ എവിടെയും ഈ സീക്വൻസ് വരില്ല. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റ് ഫുള്ളല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റ് കൗണ്ടബിൾ ഇൻഫിനിറ്റാന്ന് വാദിക്കാൻ പറ്റില്ല. കാരണം കൗണ്ടബിൾ ഇൻഫിനിറ്റാന്ന് വാദിക്കണമെങ്കിൽ ആ സെറ്റുകളെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിൻ്റെ സീക്വൻസ് ആയിട്ട് ആ സെറ്റിനെ അറേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പം നിങ്ങൾക്ക് അത് പറ്റിയില്ല. നിങ്ങൾ അറേഞ്ച് ചെയ്തപ്പം അതില്ലാത്ത ഒരാൾ പുറത്ത് വേറെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നു. നിങ്ങളുടെ അറേഞ്ച്മെൻറ്റ് ഫുള്ളല്ല. സോ ഇറ്റ് ഈസ് നോട്ട് കൗണ്ടബിൾ ഇൻഫിനിറ്റ്, ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ. പ്രൂഫ് ചെയ്യാൻ അവസാനിപ്പിക്കുകയാണ്. പോസ് ചെയ്ത് മനസ്സിലാക്കിയോട് മുന്നോട്ട് പോകാം. എന്ത് പോസ് ചെയ്യാനുള്ളത് നിങ്ങൾ ആലോചിച്ച് ക്ലിയർ ആക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറോ വാട്സപ്പ് ഗ്രൂപ്പോ ഫെസിലിറ്റിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലിയർ ആക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 2 എക്സസൈസ് തരാണ്. ഒന്ന്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് Q കൗണ്ടബിൾ അത് പ്രൂവ് ചെയ്യണം. അതിൻ്റെ ഹിൻഡ് ഇതാണ്, Z കൗണ്ടബിൾ അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു A കൗണ്ടബിൾ ആണെങ്കിൽ A ക്രോസ് A അല്ലെങ്കിൽ A റേസ് ടു N ഒക്കെ കൗണ്ടബിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് ക്രോസ് പ്രോഡക്റ്റ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അത് ഉപയോഗിച്ചിട്ട് Z ക്രോസ് Z കൗണ്ടബിൾ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഈ സെറ്റും ക്യൂവും തമ്മിലുള്ള മാപ്പ് കൊണ്ടുവന്നിട്ട്, റാഷണൽ നമ്പേഴ്സുള്ള മാപ്പ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഇത് കൗണ്ടബിൾ ആയതുകൊണ്ട് ഇതും കൗണ്ടബിൾ ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. എക്സസൈസ് നമ്പർ 1. ഇനി എക്സസൈസ് നമ്പർ 2, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിനെക്കുറിച്ച് നമ്മളിതുവരെ കൗണ്ടബിൾ ആണ് അൺകൗണ്ടബിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. അത് അൺകൗണ്ടബിൾ ആണുള്ള 2 പ്രൂഫ് റൂഡിങ് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇത് ഉപയോഗിച്ചിട്ടാണ്, ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് റിയൽ നമ്പേഴ്സ് അൺകൗണ്ടബിൾ ആണ് ഒന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ എക്സസൈസിനെ കുറിച്ചും വല്ല ഡൗട്ട്സും ഹിൻസൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതും ഞാൻ താഴെ പറഞ്ഞ വാട്സപ്പ് ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.